ഹാപ്പിക്കുട്ടൻ ഹാപ്പി ബർത്ത്ഡേ. ഇളവി രാവിലെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് അവിയല് ഒഴുകുന്ന പക്ഷെ അവിയല് ഒഴുകുന്ന സദ്യ ഉണ്ടാക്കി തരാന്ന്. സദ്യ ഉണ്ടാക്കി. ഓ മൈ ഗോഡ്. ഇവിടെ ശർക്കരയൊക്കെ ഒരുക്കുന്ന കേട്ടോ. പായസം ഉണ്ട്. അമ്മ രാവിലെ തന്നെ എണീറ്റ് എല്ലാം സെറ്റാക്കി. പരിപ്പ്, പച്ചടി, സാമ്പാറ് എല്ലാം ഉണ്ടാക്കി രാവിലെ. മാങ്ങാച്ചാർ ഇടണം, അവിയൽ വെക്കണം. അപ്പം ഇതായി. നമ്മള് വിഷുവിനും നമ്മള് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് സദ്യ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. നമുക്കിപ്പോ ഗ്യാസ് കിട്ടി, ഇന്നലെ കൊണ്ടുവന്നു. അതുകൊണ്ട് മമ്മി സദ്യ ഉണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ എന്തി? അച്ഛൻ പണിക്ക് പോയി, ജോലിക്ക് പോയി. ബർത്ത്ഡേയായിട്ട് വലിയ പരിപാടി അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഒരു നോർമൽ. പിന്നെ അമ്മ സദ്യ വെച്ച, ഞാൻ പറഞ്ഞല്ലേ വിഷുവിന് വെക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ പായസം വെച്ചിട്ട് എല്ലാവർക്കും തരാന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്ത് അല്ല. എന്റേത് ഇങ്ങനത്തെ അല്ല, എന്റെ വെള്ള കളറിലതാ. ഇത് എങ്ങനെ വെച്ചാലും കറുപ്പല്ലേ വരും. ശർക്കര വേണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചോളാം. ഫ്രീ തോന്നില്ലേ? ഇല്ല, അവ രാവിലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കടയിൽ പോരുന്നു. ഇത് രാവിലെ 7 മണിയാകുമ്പോ വരുമെന്ന് പറഞ്ഞു. വന്നില്ലേ? ട്രെയിനിൽ ഇരുന്ന് ഇനി ഉറങ്ങിപ്പോയി. ഇനി വല്ല ഗുണ്ടൽപേട്ടിലോ അല്ലെങ്കിൽ വല്ല ആന്ധ്രയിലൊക്കെ പോയി ഇറങ്ങിയെന്ന് അറിയത്തില്ല കേട്ടോ. അമ്മ എന്റെ കണ്ണാടി, എന്റെ ചുക്കുടുവൻ വന്നേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. ശ്രീത് ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സീനായിരുന്നു. പാവം കേട്ടാ. ചെന്നൈയിൽ നിന്നൊക്കെ ട്രെയിനൊക്കെ പിടിച്ച് വരുവാ. നിന്നൊക്കെ വന്നേന്ന് പറഞ്ഞ് ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. അല്ല, ഈ ടീഷർട്ട് എനിക്ക് തരൂ. സിമ്പിൾ ഉള്ളത് 200 രൂപയ്ക്ക് ഇല്ല കേട്ടോ. ഇത് 100 രൂപയ്ക്കേ ഉള്ളു. ഇങ്ങോട്ട് എങ്ങനെ വന്നാ? അവിടുന്ന് നീ എന്നെ അങ്ങ് ഉണ്ടാക്കല്ലേ കേട്ടോ. ഒത്തിരി അങ്ങ് ആവുന്നു. എന്റെ ബർത്ത്ഡേക്ക് ഇത്ര കഷ്ടപ്പെട്ട് അഴി വന്നില്ലേ, ജനറലി കയറി നിന്നിട്ട്. എന്റെ ഉദ്ദേശങ്ങൾ വെച്ച് വേറെ അത് പറയണ്ട. അങ്ങനെ ആവട്ടെ. എന്റെ അടുത്ത് ആരും വലിയ സ്നേഹമൊന്നുമില്ല കേട്ടോ. നാളെ ഒരു കല്യാണം ഉണ്ടല്ലേ നമുക്കല്ലേ? നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ അതിനൊക്കെ പോണം. ഇന്ന് വൈകിട്ടേ പോണം. വീട്ടിനകത്തൊന്നും ഇരിക്കാൻ പോയിട്ടെ. എവിടെങ്കിലും പോയി ഒന്ന് കുളിച്ചിരുന്നെങ്കിൽ സെറ്റായിരുന്നു. എന്തോ വെയില. തണ്ടപ്പാനി പൂച്ചൊക്കെ ഉള്ളു. നമുക്ക് നേരെ കൊട്ടാരക്കര പോകാം. കൊട്ടാരക്കര മറ്റേ കനാലുണ്ട്, അതുപോലെ വെള്ളച്ചാട്ടം സംഭവമൊക്കെ ഉണ്ട്. കുളിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് പോയി ഒന്ന് കുളിക്കാല്ലേ. ഏതെങ്കിലും രാജ്യത്ത് പോകും. വെള്ളം ഉള്ളിടത്ത് എവിടെയെങ്കിലും പോയി ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആട്ടോ. നമ്മൾ കുളിക്കാനായിട്ട് പോകും. അതുകൊണ്ട് അമ്മ ബാഗും സഞ്ചിയും തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവര് എടുത്തു തന്ന ഷർട്ട് ചെറുതായിരുന്നു, വലുതായി പോയി. അളിയെ ഒത്തിരി ആളായില്ല എന്നെ കണ്ടിട്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എനിക്ക്? വ്യത്യാസം ലുക്സിലോ ക്യാരക്ടറിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്ന അളിയന്? പ്രത്യേകിച്ചും തോന്നിയൊന്നുമില്ല. ആന്തറ എനിക്ക് തോന്നാത്ത ഇത്രയും മാറ്റമായിട്ട് ലുക്ക് പുതിയ ഗ്ലാസും വെച്ചോണ്ടിരിക്കുക. ഒന്നും തോന്നുന്നില്ലേ അളി? എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഒന്നും ഇപ്പം അധികം എന്റെ അടുത്ത് അങ്ങോട്ട് മിണ്ടി വരുന്നില്ല. എന്തോ ഒരു ഉൾഭയം പോലെയോ എന്ത് പറ്റി? എന്തോ മഹാമാരി വരാൻ പോകുന്നു. അവിടുത്തെ ചൂടൊക്കെ എങ്ങനെ ഉണ്ട് ചെന്നൈയില്? ചൂടൊന്നുമില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഇവിടെ ഇപ്പം ഇന്നത്തെ 34 ഡിഗ്രി സെൽഷ്യസാ കൊല്ലത്ത് ചൂട്. അച്ഛൻ്റെ ചൂട് എങ്ങനെ ഉണ്ട്? ഭയങ്കര ചൂട്. ഈ ഗ്ലാസ് ഇത് ഊഞ്ഞാലടം വെച്ചേക്കുന്നതല്ലേ, ഇത് ബാക്കിൽ വരുന്ന വണ്ടികൾ കാണണം എനിക്ക് കേട്ടാ. ഇയാള് പ്രായം കൊണ്ട് മൂത്തയാണെങ്കിൽ കർമ്മം കൊണ്ട് ഞാനാണ് വലുത്. എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ആണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇയാൾക്ക് വയ്യാത്ത അങ്ങനെ ഇതായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാനാണ്. ബർത്ത്ഡേ ആയിട്ട് ചുമ്മാ കരിയാൻ നിൽക്കണ്ട. ആരാ കരിഞ്ഞോണ്ടിരിക്കുന്നത് അറിയാം. ഞാനതുകൊണ്ട് ഒന്നും മിണ്ടാതെ അളിയൻ ജയിക്കട്ടെ. പിന്നെ വിഷമോ പിന്നെ അളി എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം സജഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാനാണ് ബുദ്ധി ഉറവിടം. നേരെ വഴികാട്ടി ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കേട്ടോ ചുമ്മാ പറയുന്നതാ. ഇത് ഞാനില്ലാതെ പറ്റത്തില്ല അളിയ. നമ്മള് ഭയങ്കര സൗഹൃദവും ഇല്ലളിയാ.
ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇയാളുടെ ഫേക്ക് ഫ്രണ്ടാ. ഫേക്ക് ഫ്രണ്ട്, ഞാനും ഫേക്കാ. പോവാൻ കൈസ്, പോയി എവിടെയെങ്കിലും പോയി കുളിച്ച് മുങ്ങി താന്നിട്ട് വരാം. അയ്യോ മുങ്ങി താഴെ, ഐ മീൻ ഒന്ന് മുങ്ങി കുളിച്ചിട്ട് മുങ്ങി പൊങ്ങിയിട്ട് വരാം. മൂന്നാം പക്കം. ഇത്രയും നാള് എന്റെ കൂടെ ഡ്രസ്സ് മേടിക്കാൻ വന്നിട്ട് എന്റെ സൈസ് അറിയത്തില്ല. അതിനാ പറയുന്ന കൂടെ വരുന്ന ഇട്ടു, അങ്ങനെ അളവ് നോക്കിയാലും ചിലപ്പോ ഇട്ട് നോക്കുമ്പോ ചിലപ്പോ ആര് പറഞ്ഞു മീഡിയ ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ഞാൻ മീഡിയത്തിന്റെ ആളാ. ഞാൻ മീഡിയ അടുത്തത് പഞ്ചായത്ത് ചാക്ക്. ചാക്ക് ഇയാൾ അടിച്ചത്, അതുകൊണ്ട് ഒന്നും കൂടെ വരാൻ പറ്റി. ഇയാളെ തലയിൽ കൂടെ ചാക്കിട്ട് ഓട്. കൊളാ ഷർട്ട്. അമ്മ നിങ്ങള് സെലക്ട് ചെയ്താ കൊള്ളത്തില്ല. അത് മോശമായി. അതാ പറയുന്നത്, നീ വന്നിട്ട് നോക്കിയൊക്കെ എന്ന സാധനങ്ങൾ ഇങ്ങനെ മാറ്റിയെടുക്കരുത്. അത് എന്തായാലും നമ്മൾ സ്വീകരിക്കുക. അല്ല, അത് വലുത് ഇങ്ങനെ മാറ്റി ഇടാൻ പറ്റൂലല്ലോ. കിട്ടിയ ഇതെടുത്ത് കേട്ടാ, നേരത്തെ അവരെടുത്ത് തന്നതിന്റെ സെയിമാ. ഇത് മീഡിയം ആണെന്നേ ഉള്ളൂ. കൊള്ളത്തില്ലേ? കൊള്ളാമോ അമ്മ? പണ്ട് എന്റെ ലവ് ഫെയിലിയർ സോങ് ആയിരുന്നു. ലവ് ഉണ്ടാവണ്ടേ, പിന്നെ ഇതൊക്കെ നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഞാൻ തന്നെ ബ്രേക്കപ്പ്. ഞങ്ങളിവിടെ പാർക്കിൽ വന്ന കേട്ടോ. ഇവിടെ പാർക്കും മറ്റേ തോട്ടിലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണ പോലത്തെ ഒരു സെറ്റപ്പാ. അവിടെ ഉണ്ട് കുളിക്കാൻ സെറ്റപ്പ്. അവിടെ കുളിക്കാം അല്ലേ? നമുക്ക് താഴോട്ട് പോയിട്ട് കുളിക്കാം. ഉണക്കായോണ്ട് ജലസ്രോതസ്സുകളിൽ വെള്ളമൊക്കെ കുറവാണ്. ഈ ജലാശയങ്ങൾ നശിച്ചു പോയാൽ മനുഷ്യരാശിയുടെ ആ ഒരു ഭീഷണി ആവൂരാച്ചാ. ഈ കാട്ടിൻ്റെ ഇടയിലൊക്കെ ഫുള്ള് നിങ്ങൾ വിചാരിക്കും കാട്ടിൻ്റെ ഇടയിൽ ഇത് ആരും ഇല്ലത്. പക്ഷെ ഇവിടെയൊക്കെ ഒത്തിരി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഗോത്രവർഗത്തിൽപ്പെട്ട വ്യക്തികളാണ്. പക്ഷെ അതൊന്നും അല്ല, എല്ലാ വർഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ഭയങ്കര പവറാട്ടോ. ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. മോദി കഴിഞ്ഞ പിന്നെ പുള്ളിയാണ് ഒരു രക്ഷയില്ല, ഫുൾ അണ്ടർ കൺട്രോൾ ഓഫ് ദ കേരള. അയ്യോ എന്റെ പൊന്നെ, എന്തോ ആറ്റിറ്റ്യൂഡാന്നറിയോ. ഇതിന്ന് മറ്റേ തേൻ കുടിക്കണല്ലേ? വാഴച്ചെടിയല്ല, ഇതിന്ന് തേൻ കുടിക്കും. ആര് പറഞ്ഞേ? എടാ അതിന് തേൻ കുടിക്കുമെന്ന്. പണ്ട് കുക്കോണ്ട വീട്ടിൽ നിന്ന് ഞാൻ പോയി പറിക്കുമായിരുന്നു. ഇവിടെ ഇത്രയും വെള്ളമൊക്കെ ഉള്ളു കേട്ടോ. വെള്ളം അധികം ഇല്ല. ഇത് തന്നെ വെള്ളം ഉള്ളത് മഹാഭാഗ്യം. ദൂരണ്ട് താഴെ പോകും എന്തോടെ. ഹേ ഗൈസ്, നമ്മൾ നേരെ അങ്ങ് പൂളി വന്നു കേട്ടോ. അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ ഇറങ്ങാൻ പറ്റാതിന്റെ കാരണം എന്താ വെച്ചാ അവിടെ ശരിയാകത്തില്ല. കുഴിയുണ്ടോ? കുഴിയുണ്ടോ? അച്ഛൻ കറങ്ങി അടി വെച്ചാ. ഇപ്പൊ ചുമന്ന പെയിന്റ് ഇപ്പൊ വരും. അമ്മ ഇറങ്ങുന്നില്ലേ? അതുപോലെ ഇത് ഇട്ടുകൊണ്ടെന്ന് ഇറങ്ങിയ വെള്ളമല്ല നമ്മളെ കൂടെ വരും. അവര് താളത്തിലാടി. അച്ഛൻ പാൻറ് ഊരിയാ? എനിക്ക് നിൽക്കുക നല്ല ഇത് കിടക്കുക. മറ്റേ അയാള് കോട്ടനാന്ന് പറഞ്ഞ അത് ഊരികളെ പറയും. ഇല്ല, അത് കോട്ടനല്ല. കോട്ടൺ ഇടാൻ പറ്റത്തില്ല. കോട്ടനല്ല. അച്ഛൻ ഇട്ടിരുന്ന ട്രാക്ക് സൂട്ട് ഊരി ഇപ്പൊ കോട്ടന്റെ ഷെഡിയെ. മറ്റേ പുള്ളി ഇപ്പൊ കോട്ടന്റെ ഇടാൻ പറ്റില്ലത്. അച്ഛാ അത് ആ പുള്ളി കാണില്ല കേട്ടോ. നിക്കറ് മാമ, അച്ഛൻ കോട്ടന്റെ ഷഡ്ഡി ആയിട്ടേക്കണ. അച്ഛനാളിയാ പൊട്ട. Okay guys, let's go to home.
ബർത്ത്ഡേ കേക്ക് മേടിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു സ്പോട്ടിൽ വന്നിട്ട് ഈ സ്ഥലം വല്ല പരിചയമുണ്ടോ ആർക്കെങ്കിലും? ഇങ്ങോട്ട് നോക്കുന്നതിന് അങ്ങോട്ട് നോക്ക്. അച്ഛൻ ഈ സ്ഥലം വല്ല എനിക്ക് ഞാൻ മറക്കാക്കൂലല്ലേ? ഒരിക്കലും മറക്കില്ല. ഞാൻ ഒരിക്കലും മറക്കൂല ഈ സ്ഥലം. അച്ഛൻ ഒരിക്കലും മറക്കാൻ പോകില്ല. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് കേട്ടോ വരുന്നത് ഇങ്ങോട്ട്. അതുകൊണ്ട് അവിടെ പിള്ളേർ ഇപ്പൊ ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങി. ഞാനില്ലേ ഇത് പണിഞ്ഞത് നിരത്തിയത്. ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് അച്ഛനാണ്. അന്ന് ഇതോ അവിടുന്നാണ് പോയത് അച്ഛൻ. ഇതോ ഞാൻ സൂം ചെയ്ത് അവിടുന്ന് പൊങ്ങിയാണ് അച്ഛൻ തോട്ടി പോയത്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. കണ്ടപ്പോഴത്തേനൊന്ന് ഓർമ്മകൾ പുതുക്കാന്ന് വിചാരിച്ച്. എന്തോ കോമഡി ആയിരുന്നു. അന്ന് ഈ ചെറുക്കന്മാരൊക്കെ അച്ഛൻ വന്നത് അച്ഛൻ വീണപ്പം അവിടെ നോക്കുന്ന ചെറുക്കന്മാരാണ്. എനിക്ക് അവരെയൊന്നും ഓർമ്മയില്ല. അച്ഛനെ ഓർക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ഇനി അവരെ ഓർക്കുന്നുമില്ല. എനിക്ക് ആരെയും കാണണ്ട. നല്ല സൗണ്ട് ഉണ്ടാക്കി ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് പോയി വീട്. അച്ഛ കുറച്ച് പരിപ്പ് കുഴിക്കകത്ത് തന്നെ ഒഴിക്കണം കേട്ടോ. ആ ഓക്കെ സെറ്റ്. മതി. അയ്യേ ആദ്യം ചോറിൻ്റെ കൂടെ പരിപ്പാണ് ഒഴിച്ചിരുന്നെ. നല്ല വിശപ്പ് കേട്ടോ. കുറച്ചും കൂടെ വന്നുകൊണ്ട് നല്ല വിശപ്പ്. സമയം ഏതാണ്ട് 5 മണിയായിട്ട് ഇപ്പോഴേ ചോറ് കഴിക്കണം. നല്ല ചോറും പരിപ്പും പപ്പടം. അമ്മ രാവിലെ എണീറ്റ് വെച്ചത്. അമ്മ എത്ര മണിക്ക് എണീറ്റമ്മ? സാധാ എണീറ്റ ഇത് ഉണക്കിയ മാങ്ങയാണ് കേട്ടോ. ഇത് അച്ചാറിട്ടത്. ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഊരുതാരാണ അടിപൊളി കേട്ടോ. താങ്ക് യു സോ മച്ച്. കഴിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ. ഇത് അനിയത്തി ഇല്ലേ? ഇതാണ് കേട്ടോ കുഞ്ഞനിയത്തി. നിന്നെ അടിക്കട്ടാ. ഇവിടെ പട്ടിയുണ്ട്, കടിപ്പിക്കട്ടാ. അതിനെ കൊണ്ട് കടിപ്പിക്കും. അച്ഛ അടിച്ചോടാ. അച്ഛാ നിക്കറൂര് ഇവന്റെ ചന്തി കടിക്കും. നിന്റെ ചന്തി കടിപ്പിക്കടാ. നോക്കി വളർന്നില്ല. നിന്റെ മുട്ട് നോക്കട്ടെ. മുട്ട് ശരിയായോ? മുട്ട് ടാപ്പട്ടെ. എന്തൊരു ഇവൻ പറയുന്ന കൊറേ ഒന്നും തിരിയത്തില്ല കേട്ടോ. കണ്ടു ഈ ചെറുക്കൻ്റെ മുട്ടിരിക്കുന്ന നോക്കിയാണ്. ഇതെവിടെ വേണ്ടാ നീ? സൈക്കിളിൽ നിന്ന് വേണേ തോന്നുന്നു. പിന്നെ റോട്ടിൽ വീണാ? എടി ഇവിടെ പാടേ ചോദിക്കട്ടെ. നിനക്ക് എത്ര വയസ്സായി? 5 വയസ്സ്. 5 വയസ്സായതേ ഉള്ളൂ. എടാ എനിക്ക് എത്ര വയസ്സായെന്ന് അറിയോ? എത്രയായി കാണും? നീ ചുമ്മാ ഒന്ന് ഗസ് ചെയ്യ് എത്ര വയസ്സായി കാണുമെന്ന്. വെറുതെ പറ എത്ര ആയി കാണും? 48 അത്ര ഇല്ല. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവല്ലേ. അങ്ങനെ വലിയ സെറ്റപ്പിലുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിലല്ലേ. എന്നാലും ഒരു തൊപ്പി ഈ റബ്ബർ പിടിച്ചപ്പോൾ കട്ട് ചെയ്യട്ടെ. കേക്കിന് ചെറിയൊരു അപാകത പറ്റി കേട്ടോ. ഇതിപ്പം KHU എന്ന് മാത്രമേ ഓവൊക്കെ പോയിടെ. വെറും കെച്ചു ആയിപ്പോയി. അത് കുഴപ്പമില്ല. ചെറിയ അപാകത പറ്റിയുന്നുണ്ട്. ഇവിടുത്തെ സൈഡിൽ നിന്നൊക്കെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ അത് എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇച്ചിരി ഒന്ന് ഇറങ്ങിപ്പോയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. അപ്പം ഞാൻ കട്ട് ചെയ്യട്ടെ. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേനെ ചെണ്ടവളം കേൾക്കുമോ പുറത്ത്? കേൾക്കൂ. ഓക്കെ. പ്രാവശ്യം എന്തൊരു കട്ട് ചെയ്യുമ്പോൾ എന്തൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. റെഡി? കട്ട് ചെയ്യാൻ പോവാണ്. കേൾക്കൂ. അവരിത് വിളിച്ചു പറഞ്ഞാ സെറ്റാക്കി കളി. ഓക്കെ റെഡി? കട്ട് ചെയ്യട്ടെ. ഓക്കെ. Happy birthday to you. 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 പാടും. എനിക്ക് ആസ്വദിക്കണോ?
ഞാൻ വിചാരിച്ചേ അച്ഛൻ വാ തുറന്നു തോന്നുന്നത്. അച്ഛൻ പകുതി വാ തുറന്നില്ല. ഹാപ്പി ബർത്ത്ഡേ. ഇയാൾ ഉള്ളിലെടുക്കാൻ ഞാൻ പറഞ്ഞ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ സെലിബ്രേഷനൊക്കെ. ഇനി വേറൊരു പരിപാടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്തിനാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതൊരു ട്രൈ ആണ്. എന്തായാലും ബാ. അതായത് ഒരു റീലാണ് ഇത്, എല്ലാവരും മിക്കവരും കണ്ടു കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അതായത് ഇതിനകത്ത് ഇങ്ങനെ മെഴുകുതിരി കുത്തി വെച്ചിട്ട് കത്തിക്കും, എന്നിട്ടില്ല വായിക്കകത്തൊരു പൊടി ഇട്ടിട്ട് ഊതുമ്പോൾ തീ ഇങ്ങനെ പറക്കും. എന്നിട്ട് അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ എഴുതി വരും എഡിറ്റില്. ആ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അത് റീലിടും. വേണ്ടെന്ന് തോന്നുന്നു, കിണറ്റിയുള്ളതല്ലേ? ഇല്ല ഇല്ല ഇല്ല, അവർക്ക് അതാണ് വേറെ സംഭവം ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ചിലപ്പോ കഴിയുന്നു. പെട്രോള് ബാക്കിൽ വെച്ച് ചോട്ടിക്കുന്നത് അതൊക്കെ ട്രെൻഡിങ്ങാ. ഓക്കെ, എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ഊതാം. ഇത് ഞാൻ കത്തിച്ച് ഇവിടെ വെക്കുമ്പോഴത്തേനും അത് കൊണ്ട് തരണം കേട്ടോ. ഇത് ഞാൻ കത്തിച്ചിട്ട് ഇവിടെ വെക്കുമ്പോഴത്തേനും അച്ഛൻ കിട്ടുമല്ലേ? ഒറ്റ ഷോട്ട് പോലും മിസ്സാവരുത് കേട്ടോ. ഞാൻ പറയാം, അച്ഛന്റെ കയ്യും കാലും ഒന്നും വരരുത് വീഡിയോയില്. അപ്പൊ നേരെ വരുക, വായിൽ തരുക. ഓക്കെ, എല്ലാരും റെഡിയാണോ? എന്തോ താരപ്പുഴ ഇത് വരത്തില്ലോ വെറുതെ. ഈ എവിടെ ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പകുതി അണ്ണാക്കിലും പോയി. അച്ഛൻ കൊണ്ട് തന്നതൊന്നും ശരിയായില്ല. ഇതുവഴി ഇങ്ങനെ ചോർന്ന് ഇങ്ങനെ നീ അല്ലേ പറഞ്ഞ പെണ്ട സ്പൂണിനകത്ത് നിറച്ച അണ്ണാക്കിലോട്ട് ഇട്ട് തരായി. എനിക്ക് ചിരി വന്ന് ഇതുവഴിയൊക്കെ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ദിവസം? സിമ്പിൾ ആയിട്ടുള്ള ബർത്ത്ഡേ മതി. ചൂട് ഭയങ്കര ചൂട് കേട്ടോ, വീർത്ത് കുളിക്കുകയാണ്. ഇപ്പൊ അത്രയല്ലേ ഉള്ളു. അങ്ങനെ എനിക്ക് 26 വയസ്സായിരിക്കാണ്. നിങ്ങൾക്ക് എന്തിനാണ് പറയാനുള്ളത്? 4 വർഷം കൊണ്ട് ഇതാ അച്ഛാ പറയുന്നത്. ഇതൊരു അന്ത്യമില്ലേ? 26 ആയാലേ എനിക്ക്. 26 ആയതേ ഉള്ളു. ഓ പിന്നെ 26 ആയതേ ഉള്ളു. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. എന്തിനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. അപ്പം വിഷ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി വിഷയൊക്കെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു കേട്ടോ. ഒരുപാട് കൊച്ചുങ്ങളും എല്ലാവരും ഒക്കെ വിളിച്ചായിരുന്നു. അതെ അതെ, ഇന്നലെ മുതലേ വിളിക്കുന്നുണ്ട്, ഇന്നും വിളിച്ചായിരുന്നു, ഇത്തിരി നേരത്തെയും വിളിച്ചു. അതെ, അപ്പം വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി, താങ്ക് യു, ലവ് യു. അപ്പം അത്രയല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും? ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ. നീ ഷർട്ടൊക്കെ ഊരിട്ട് ഭയങ്കര ചൂട് കേട്ടോ, പോയി നീ കുളിച്ചൊന്ന് കിടന്ന് ഉറങ്ങണം. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.